നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. എവിടെയോ ഒരു മരുപ്പച്ചയുണ്ട്, എത്തുമെന്ന ഉറപ്പില്ല. എങ്കിലും പ്രതീക്ഷയോടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കണം. എത്തിയില്ലെങ്കിലും ആ യാത്ര വലിയ കാര്യമാണ്. അത് തുടർന്നുകൊണ്ടേയിരിക്കുക. അതാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നതും. MT വാസുദേവൻ നായർ. MD മലയാളത്തിൻ്റെ കഥാകാരൻ, എഴുത്തുകാരൻ, പത്രാധിപൻ, ചലച്ചിത്രകാരൻ, നാടകകൃത്ത് തുടങ്ങി കൈവച്ച മേഖലകളിലെല്ലാം തിളങ്ങിയ അപൂർവ വ്യക്തിത്വം. ഏറ്റവും നന്നായി ചെറുകഥ എഴുതുന്ന ഒരാൾ നോവൽ എഴുതില്ല, ഇത് രണ്ടും ചെയ്യുന്ന ഒരാൾക്ക് തിരക്കഥ വഴങ്ങില്ല തുടങ്ങിയ മുൻധാരണകളെ കാറ്റിൽ പറത്തിയ യുഗപുരുഷൻ. സാഹിത്യ ജീവിതത്തിൻ്റെ തുടർച്ച തന്നെയായിരുന്നു MDക്ക് സിനിമാ ജീവിതവും. 1965 സ്വന്തം കഥയായ മുറപ്പെണ്ണിന് തിരക്കഥയൊരുക്കിയാണ് അദ്ദേഹം മലയാള സിനിമയിലേക്ക് വരുന്നത്. തിരക്കഥയ്ക്കൊപ്പം സംവിധാനവും ചെയ്ത 50-ലേറെ ചിത്രങ്ങളാണ് അദ്ദേഹം മലയാള സിനിമയ്ക്ക് നൽകിയ നാഴികക്കല്ലുകൾ. 4 തവണ മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടി. 1973 സംവിധാനം ചെയ്ത നിർമാല്യം രാഷ്ട്രപതിയുടെ സ്വർണ്ണ പതക്കം നേടി. നിർമാല്യത്തിന് ശേഷം ബന്ധനം, മഞ്ഞ്, വാരിക്കുഴി, കടവ്, ഒരു ചെറുപുഞ്ചിരി എന്നീ 5 ചിത്രങ്ങൾ കൂടി സംവിധാനം നിർവഹിച്ചു. 1989 ഒരു വടക്കൻ വീരഗാഥയ്ക്ക് മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ചു. 91 കടവിന് മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം. ഏറ്റവും നല്ല മലയാള സിനിമയായും കടവ് ആ വർഷം തിരഞ്ഞെടുക്കപ്പെട്ടു. 1992 ടാക്സി ഡ്രൈവർ എന്ന സിനിമയുടെ മൂലകഥയെ അവലംബിച്ച് ചെയ്ത സധയം മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ അവാർഡ് കരസ്ഥമാക്കി. 94 പരിണയത്തിനും മികച്ച തിരക്കഥ അവാർഡ്. 2000 സംവിധാനം ചെയ്ത ഒരു ചെറുപുഞ്ചിരിക്ക് മികച്ച പാരിസ്ഥിതിക ചിത്രത്തിനുള്ള ദേശീയ അവാർഡും ലഭിച്ചു. ഇനി സംസ്ഥാന അവാർഡുകളിലേക്ക് കടന്നാൽ എണ്ണിയാലൊടുങ്ങാത്തത്ര. 1970 മികച്ച തിരക്കഥ ഓളവും തീരവും. 1973 മികച്ച ചിത്രം നിർമാല്യം. നിർമാല്യത്തിന് മികച്ച സംവിധായകൻ, മികച്ച തിരക്കഥ തുടങ്ങിയ അവാർഡുകൾ. 1978 ബന്ധനം മികച്ച ചിത്രം. 1980 ഓപ്പോൾ മികച്ച കഥ. 81 തൃഷ്ണയ്ക്കും വളർത്തുമൃഗങ്ങൾക്കും മികച്ച തിരക്കഥ അവാർഡ്. 83 ആരൂഢം മികച്ച കഥ. 85 അനുബന്ധം. 86 പഞ്ചാഗ്നി. 89 വടക്കൻ വീരഗാഥ. 90 പെരുന്തച്ചൻ. 91 മികച്ച സിനിമ കടവ്. അതേ വർഷം മികച്ച സംവിധായകൻ കടവ്, മികച്ച തിരക്കഥ കടവ്. 94 മികച്ച തിരക്കഥ സുഹൃതം. അതേ വർഷം പരിണയത്തിനും മികച്ച തിരക്കഥ അവാർഡ്. 98 ദയ മികച്ച തിരക്കഥ. 2000 മികച്ച സംവിധായകൻ ഒരു ചെറുപുഞ്ചിരി. 2009 മികച്ച തിരക്കഥ പഴശ്ശിരാജ. മറ്റ് ഇതര സിനിമാ അവാർഡുകൾ നോക്കുകയാണെങ്കിൽ 91 ഫിലിം ഫെയർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ്. 92 സിംഗപ്പൂർ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ്. 92 ടോക്കിയോ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റ് അവാർഡ്. 96 കേരള സ്റ്റേറ്റ് ടെലിവിഷൻ അവാർഡ്. 2003 ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്. 2010 വീണ്ടും ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്. 2013 JC ഡാനിയൽ അവാർഡ് തുടങ്ങി തൂലിക ചലിപ്പിച്ച 68ഓളം തിരക്കഥയ്ക്ക് ഏകദേശം 32ഓളം മികച്ച തിരക്കഥ അവാർഡുകൾ. ഹരിഹരനുമൊത്തുമുള്ള 7ാമത്തെ വരവാണ് തിരക്കഥ എഴുതിയ അവസാനത്തെ ചിത്രം. തൻ്റെ 2ാം ഊഴം എന്ന ചിത്രം മോഹൻലാലിനെ ഭീമനായി വെള്ളിത്തിരയിൽ കണ്ട് മരിക്കണമെന്ന അടങ്ങാത്ത മോഹം ബാക്കി വെച്ച് ആ യുഗം അവസാനിച്ചിരിക്കുന്നു. ഇനി മറ്റൊരു MD ഇല്ല. മലയാളത്തിൻ്റെ തീരാ നഷ്ടമായി വലിയൊരു മൗനം ബാക്കിയാവുന്നു.